സ്വാഗതം. ഈ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഒരു നടുനായകത്വം തന്നെ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ്. ഭക്ഷ്യധാന്യ രംഗത്തായാലും പാനീയത്തിലും ഒക്കെ ഇന്ത്യയുടേതായ ഒരു ബ്രാൻഡ് ലോക വിപണിയിലേക്ക് എത്താൻ പോകുന്നു. എന്താ ഇതിൻ്റെ ഒരു പുതിയ വിവരങ്ങളെന്ന് പറയുന്നത്? ശരിക്കും ഇന്ന് ഫുഡ് ആൻഡ് ബിവറേജസ് ഈ മേഖലയിൽ ലോകം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന പാശ്ചാത്യ കമ്പനികളാണ്. ഇപ്പം ബിവറേജസിൻ്റെ കാര്യം നമുക്കെടുക്കാം. കൊക്കക്കോളയും പെപ്സി. കൊക്കക്കോളയുടെ ഒരു കൊല്ലത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് 48 ബില്യൺ US$. അതിനേക്കാൾ വലിയ ടേൺ ഓവർ പെപ്സിക്കുണ്ട്. ഏതാണ്ട് 92 ബില്യൺ ഓളം US$ ടേൺ ഓവറുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനികളൂടെ ചേർന്ന് 150 ബില്യൺ US$ൻ്റെ ടേൺ ഓവറുണ്ട്. കൊക്കക്കോളയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് 47 ബില്യൺ മാത്രമാണ് അവരുടെ ടേൺ ഓവർ. പക്ഷേ അതിൽ 10 ബില്യൺ അവരുടെ പ്രോഫിറ്റാണ്. 10 ബില്യൺ മേൽ വരും. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഈ 10 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. 10 ബില്യൺ $1000 കോടി. $1000 കോടി ഇന്ത്യൻ രൂപയിലാക്കിയാലോ ഒരു ഡോളറിന് 86 രൂപയെന്ന് കൂട്ടും. 86,000 കോടി രൂപയാണ് ഒരു വർഷം. ഇത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെയും പാനീയങ്ങളുടെയും നാടാണ് ഇന്ത്യ. നമുക്കറിയാം എന്തെല്ലാം വൈവിധ്യമുള്ള ഭക്ഷണങ്ങളാണ് ഇന്ത്യയിൽ. കാരണം വടക്കേ ഇന്ത്യ തൊട്ട് കേരളം വരെ നീണ്ടു കിടക്കുന്നിടത്ത് ഓരോ സംസ്ഥാനത്തിനും ഇനി എന്തിനാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഭക്ഷണമല്ലല്ലോ കൊച്ചിയിൽ, അതെ, പത്തനംതിട്ട ചെന്നാലും മറ്റൊരു ഭക്ഷണമാണ്. ഇപ്പോൾ കോന്നിയിലെ ഭക്ഷണമല്ല ആറന്മുളയിൽ. അപ്പോൾ ഇത്രയധികം വൈവിധ്യമുള്ള പക്ഷേ നമ്മുടെ ഭക്ഷണം ലോകത്തെ പലർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് ലണ്ടനിലും US-ലും ഒക്കെ ദോശയും ഒക്കെ വിറ്റ് ഒരുപാട് പേര് പൈസ ധനികരായത്. നമുക്കറിയാം മലയാളികൾ തന്നെ ഉണ്ട് അക്കൂട്ടത്തിൽ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ ഈ ലോക മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്നുള്ളൊരു ചിന്തയാവാം. അതല്ലെങ്കിൽ എന്തോ ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധത്തിൻ്റെ കുറവാകാം. പക്ഷേ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഭക്ഷണ വൈവിധ്യം, അത് രുചി വൈവിധ്യം, അതായത് പാനീയങ്ങളാവട്ടെ ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ തദ്ദേശീയമായ സാധനങ്ങൾ, ആധുനിക ടേസ്റ്റുകൾ. ഇപ്പോൾ പാശ്ചാത്യർക്ക് ചില നമ്മളുടെ അത്ര എരിവ് അവർക്ക് പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് അവിടെ മാർക്കറ്റ് ചെയ്യുമ്പോൾ എരിവ് കുറയ്ക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ തനതായ രുചി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് ഒരു പരിപാടി ഇപ്പോൾ ഭാരത സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പരമ്പരാഗത സോഡ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു വസ്തുവാണ് സോഡ. ഈ സോഡയിൽ പിന്നീട് അങ്ങനെ ഓർമ്മയുണ്ടാകും, പിന്നീട് ആദ്യം വെറും ഗോലിയുള്ള സോഡ, അതിൽ പൊട്ടിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ശബ്ദവും. അതെ അതെ അതെ. ആ സോഡയിൽ പിന്നെ ജീരക സോഡ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പിന്നെ ചെറിയ മധുരം ചേർത്തത് വന്നു. അപ്പോൾ ഇപ്പം ഗോലി പോപ്പ് സോഡ എന്ന് അതേ ഒരു ബ്രാൻഡ് നെയിമിൽ ഭാരത സർക്കാർ ഇത് വിദേശത്ത് മാർക്കറ്റ് ചെയ്യും. ഇതിൻ്റെ ടെസ്റ്റ് മാർക്കറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു. അതായത് ലണ്ടൻ ഫുഡ് ഫെസ്റ്റിവൽ 2025 ഫെബ്രുവരിയിൽ അവിടെ ഇത് വലിയ വിജയമായിരുന്നെന്നാണ് പറയുന്നത്. ഇത് US-ൽ വളരെ വിജയമായിരുന്നു. US-ൽ സെലക്ട് മാളുകളിലൊക്കെ ഈ സോഡ കൊണ്ടുവച്ചു. ആൾക്കാർ വളരെ ആവേശത്തോടു കൂടി ഇത് ഉപയോഗിച്ചു. പിന്നെ ഗൾഫിൽ ഇതിൻ്റെ മൊത്തം വിതരണാവകാശം ലുലുവിനാണ്. അത് ലുലു ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിൽ പല പല ആൾക്കാർ, പക്ഷേ അണ്ടർ എ കോമൺ ബ്രാൻഡ് നെയിം. അപ്പം ഇതിന് ചില പിന്നെ ഗുണനിലവാരങ്ങളൊക്കെ ഉണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അപ്പേഡ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ആ ഗുണനിലവാരം. പരീക്ഷണങ്ങളില്ലാതെ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഭക്ഷ്യ പാനീയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വളരെ കർശനമായ പരിശോധനകളുണ്ടാകും. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വളരെ കൃത്യമായ രീതിയിൽ ഇത് ആദ്യത്തെ എക്സ്പോർട്ട്, അതായത് കൃത്യമായി ആദ്യത്തെ ഒരു കപ്പൽ നിറയെ സോഡ ഈ കഴിഞ്ഞ ദിവസം വിദേശത്തെ അമേരിക്കയിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഒരു കപ്പൽ നിറയെ സോഡ. അപ്പോൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ. കാരണം ഓൾറെഡി അവർ മാർക്കറ്റ് സ്റ്റഡി നടത്തി, അവർക്ക് ഓർഡറുകൾ കിട്ടി, അവിടെ പിന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള ഏജൻറ്റുമാരെ കണ്ടുപിടിച്ചു. ഇന്ത്യയിൽ ഉൽപ്പാദകരുണ്ട്. അപ്പോൾ വിവിധ ഉൽപ്പാദകരിൽ നിന്ന് സോഴ്സ് ചെയ്തെടുത്ത് കോമൺ ബ്രാൻഡ് നെയിമോടുകൂടി അപ്പേട അപ്പോൾ വിദേശത്തേക്ക് അയക്കുന്ന. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും, അതായത് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് വരുമെന്ന് മാത്രമല്ല, ഇതിവിടുത്തെ ചെറുകിട
ഇടത്തരം വ്യവസായങ്ങളെയാണ് സഹായിക്കുന്നത്. ഇതിപ്പം വലിയ ഫാക്ടറികളൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഇത് വളരെ പിന്നെ പല സംസ്ഥാനങ്ങളിലുള്ള ചെറുകിട ഉൽപ്പാദകരാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം ഇതിലെന്ന് പറഞ്ഞാൽ ഈ ചെറുകിട ഉൽപ്പാദകരെ വിദേശ കോമ്പറ്റീഷന് തയ്യാറാക്കുക. അത് ഭക്ഷ്യമേഖലയിലാവട്ടെ പാനീയ മേഖലയിലാവട്ടെ. ഇപ്പോൾ അപ്പോൾ ഇതിൽ ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ സോഡയെ പോലല്ല, ഇതിന് പല ഫ്ലേവറുകൾ, അത് സർക്കാരിൻ്റെ ലബോറട്ടറികളിലായിരിക്കും ഫ്ലേവർ തയ്യാറാക്കുന്നത്. എന്നിട്ട് ഈ ഫോർമുല ഇവർക്ക് വിൽക്കും. ഈ ഫ്ലേവറുകളിൽ അതുപോലെ പുതിയ പാക്കിംഗ് ആയിരിക്കും. ഈ പാക്കിംഗ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ സോഡ പൊട്ടിക്കാനുള്ള ഒരു എന്തോ ഒരു സംവിധാനം അതിലുണ്ട്. അതിൽ തന്നെ അതിനുവേണ്ടി പ്രത്യേകിച്ച് കൊണ്ട് നടക്കേണ്ട ആ ഓരോ കുപ്പിയിലും ആ സംവിധാനമുണ്ട്. കാരണം വിദേശത്ത് പോകുമ്പോൾ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വേണം നമ്മൾ കൊടുക്കേണ്ടത്. അവിടുത്തെ സമ്പ്രദായം അങ്ങനെയാണ്. അതിലത് ഒരു സോഡ വാങ്ങിച്ചിട്ട് പിന്നെ പൊട്ടിക്കാനായിട്ട് നമ്മൾ വിരലിട്ട് പൊട്ടിക്കാനൊന്നും അവർ തയ്യാറാവില്ല. അതവിടെ ഒരു അൺഹൈജീനിക്കായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഈ പണ്ട് കാലത്ത് നമ്മുടെ ഈ സിനിമാ തിയേറ്ററുകളിലൊക്കെ ഇത് ഇത്തരത്തിലുള്ള സോഡ കച്ചവടം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അതായത് ഇതിൻ്റെ ആദ്യത്തെ പാശ്ചാത്യ കസ്റ്റമേഴ്സ് ഇന്ത്യക്കാർ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിൽ പലർക്കും ഇത് വലിയ ഗ്രാതുരത്വം ഉണ്ടാക്കി. ഇത് ഇത്തരം ഒരു സോഡ കുടിച്ചിട്ട് അവരെത്രയും നാളായി. ഇത് വടക്കേ ഇന്ത്യ തൊട്ട് ഈ കേരളം വരെ എല്ലാ സംസ്ഥാനങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ ഈ ഭക്ഷ്യ സാധനങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ മധുരപലഹാരങ്ങൾ ഇതെല്ലാം തന്നെ ക്വാളിറ്റി കൺട്രോൾ പ്രോപ്പറായിട്ട് ചെയ്ത് മോഡേൺ പാക്കിംഗ് അതും വളരെ പ്രധാനമാണ്. കാരണം വിദേശത്ത് കൃത്യമായ നല്ല രീതിയിലുള്ള പാക്കിംഗ് വേണം, അത് ഹൈജീനിക് ആവണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളാണ്. അവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറും സാധനം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്ത് ആരോഗ്യകരമാണെന്ന് ഉറപ്പുവരുത്തി സർട്ടിഫിക്കേഷനോടുകൂടി അവരുടെ ടേസ്റ്റിന് അനുയോജ്യമായ രീതിയിൽ അവിടെ എത്തിക്കണം. എങ്കിൽ അവരത് വാങ്ങിക്കും. ഇത് വിദേശത്തേക്ക് വിടാതെ ഇന്ത്യക്കകത്തും ഇത് മാർക്കറ്റ് ചെയ്യാൻ നീക്കമുണ്ടോ? അത്തരത്തിലുള്ള അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് വിദേശത്തേക്ക് ഇതൊരു വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു മേഖലയായിട്ടാണ് സർക്കാർ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നാട്ടിൻ പുറത്ത് ഇത് ഉണ്ടാക്കി ആർക്ക് വേണമെങ്കിലും വിൽക്കാമല്ലോ. ആർക്കും വിൽക്കാമല്ലോ. കാരണം ഇതിൻ്റെ ഫ്ലേവറുകൾ ഓൾറെഡി ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ലബോറട്ടറികളിൽ നിർമ്മിച്ചെടുത്ത ഫ്ലേവറുകൾ മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയിൽ വിൽക്കുന്നതിന് ഈ തരത്തിലുള്ള ഒരു ക്വാളിറ്റി കൺട്രോളും പാക്കിങ്ങും ഒന്നും ആവശ്യമില്ലായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സൈഡിൽ കൂടെ അത് നടക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതിൽ സർക്കാരിൻ്റെ ഇടപെടൽ പ്രത്യേകിച്ച് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വിദേശ നാണ്യം ലഭിക്കാനും ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം ഉൽപ്പാദകർക്ക് വലിയ രീതിയിൽ അവർക്ക് ഒരു വളർച്ചയ്ക്കും ഉള്ളൊരു അവസരമാണിത്. മാത്രമല്ല അവർക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കാരണം സർക്കാരുമായിട്ട് ചേർന്നിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭകൻ പുതിയ ഫ്ലേവറുകൾ വികസിപ്പിച്ചെങ്കിൽ അവർക്ക് സർക്കാരിനെ അത് അറിയിക്കാം. സർക്കാർ അത് ക്വാളിറ്റി ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കിയതിന് ശേഷം അംഗീകാരം കിട്ടിയാൽ അതിൻ്റെ പേറ്റൻറ്റ് അവർക്ക് കിട്ടും. എന്തായാലും ശരി, ഈ നമ്മുടെ സംരംഭകർ ഒരു മത്സര ബുദ്ധി ഉണ്ടാക്കുക. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതുപോലെ മുഴുവൻ പാനീയങ്ങളും അമേരിക്കക്കാരൻ്റെയാണ്. ലോക വിപണിയിൽ മുഴുവൻ നമ്മുടെ പിള്ളേർ ഇവിടെ വാങ്ങിച്ചിരുന്ന കുർക്കുറെ, ലേസ് എന്നൊക്കെ പറയുന്ന ചിപ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ വിദേശിയാണ്. ഇതൊക്കെ തന്നെ ഈ പറയുന്ന കൊക്കക്കോളയും അതുപോലുള്ള വലിയ കമ്പനികൾ ഉണ്ടാക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും വലിയ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലയല്ല. ഇപ്പോൾ നമുക്കിപ്പം സെമി കണ്ടക്ടർ ചിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ശരിയാണ്, ഇന്ത്യക്ക് അതിനുള്ള ടെക്നോളജി ഇല്ലെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യക്ക് അതിനുള്ള ടെക്നോളജി ഇല്ലെന്ന് പറയാം. പക്ഷേ നമുക്ക് സോഡ ഉണ്ടാക്കി വിൽക്കുന്നതിന് ടെക്നോളജി വേണ്ടല്ലോ. അവിടെ നമ്മളത് നമ്മുടെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യത്തോടു കൂടി വിദേശ മാർക്കറ്റിനെ അതിനെ ലക്ഷ്യമാക്കിയിട്ടൊരു പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുക. എനിക്കൊന്ന് ഇത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ വീടുകളിലൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയിലാണ് സോഡ നിർമ്മാണം പണ്ട് തൊട്ടേ ഉള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു അവസരം കൂടുതൽ ലഭിക്കുക. പക്ഷെ ഇപ്പോഴത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. സർക്കാരിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും ഈ ഉൽപ്പാദക സ്ഥലങ്ങളിൽ.
അപ്പം ഇത് കോമൺ ആയിട്ടൊരു ബ്രാൻഡിലാണ് പോകുന്നത്. നമുക്കിവിടെ എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വിൽക്കാം, അങ്ങേക്ക് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഗുണനിലവാരത്തിൽ ഇതെല്ലാം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയാലും ഇത് അമേരിക്കയ്ക്ക് കയറ്റി അയക്കുമ്പോൾ കോമൺ ബ്രാൻഡിലേ പോകുള്ളൂ. ഗോലിപ്പഫ് സോഡയാണ്. എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനെ ആരും അറിയാതെ കിടക്കുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇതും. ഈ കഴിഞ്ഞ ബജറ്റിൽ ഈ താമരയുടെ ഈ തണ്ടല്ല, അതിൻ്റെ അടിവേരുകളല്ലേ, മഖാന, അതിന് വലിയൊരു തുക ബജറ്റിൽ അതിനൊരു മഖാന കോർപ്പറേഷൻ അല്ലേ തന്നെ രൂപീകരിച്ചു. അതിൻ്റെ അപ്പോൾ അത് ലോക വിപണിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ള മറ്റൊരു നീക്കം കൂടിയാകാം ഇതല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും പുതിയ സംരംഭം വലിയ വിജയമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.